ദർശനമുണ്ട്. ഇത് സംഭവിക്കുന്നത് ഒരു കാര്യം കൂടെ സംഭവിക്കും. നോക്കട്ടെ, ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർത്തോളണം. ഇനി ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ മുകളിൽ ഇത് സംഭവിച്ചിരിക്കും. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമ്മൾ ഭയപ്പെടേണ്ടതാണ്. സകല പ്രവചനം നമുക്കുള്ളൊരു അടയാളമാണത്. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുൻപിലും കുഞ്ഞാടിന്റെ മുൻപിലും നിന്നിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ ഈ ക്രിസ്തുവുമായുള്ള രക്തസാക്ഷികളിലും ക്രിസ്തുവുമായിട്ടുള്ള ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു ദിവസം അവർക്കുണ്ട്. അപ്പോൾ ഈ വിജയം ആഘോഷിക്കുന്ന ഈ ദിവസം അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, രക്തസാക്ഷികളെയാണ് സെലക്ട് ചെയ്യുന്നത്. അന്തിപ്പാസ് എപ്പിഫാനസിൻ്റെ കാലത്ത് യഹൂദന്മാർ മരണപ്പെട്ടതുപോലെ നമ്മുടെ പുതിയ നിയമസഭയത്ത് നീറോയുടെ കാലത്തും ഓരോ രാജാക്കന്മാർ മാറി മാറി വരുന്നതനുസരിച്ചിട്ടുള്ള പീഡനത്തിൽ മരണപ്പെട്ട നമ്മുടെ ക്രിസ്ത്യാനികളുണ്ട്, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾ. ഇവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു ദിവസം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ ദിവസം ഈ രക്തസാക്ഷികൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യം എത്തിക്കഴിയുമ്പോൾ നിലവിളിച്ച് കരയും, ഞങ്ങളുടെ രക്തത്തിന് എപ്പോഴാണ് അങ്ങ് ഭൂമിയിൽ പ്രതികാരം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അപ്പോഴെല്ലാം ദൈവം അവരോട് പറയുന്ന ഒരു മറുപടി ഇതാണ്: രക്തസാക്ഷികൾ ഇനിയും വരാനുണ്ട്. ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇപ്പോൾ വചനപ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, നിർമ്മല ഹൃദയത്തോടുകൂടി കർത്താവിന് വേണ്ടി സമർപ്പണം ചെയ്തിട്ടുള്ളവർ, ഇവരെല്ലാം യേശുക്രിസ്തു രക്തസാക്ഷികളാവാൻ ഇതിൽ ചിലരെയൊക്കെ ദൈവം ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻ കിടപ്പുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ദൈവത്തിൻ്റെ ഒരു എണ്ണമുണ്ട്. ആ എണ്ണം ദൈവസന്നിധിയിൽ എത്തുന്നത് വരെയും ഇങ്ങനെ ഒരു ആഘോഷമോ അല്ലെങ്കിൽ പ്രതികാരമോ ഒന്നും ഉണ്ടാകത്തില്ല. എങ്കിലും ദൈവപിതാവ് യേശുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ കാഴ്കീഴിലാക്കുന്നത് വരെ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. അപ്പം ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലായി ഒരു വചനമുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, നമ്മൾ ഭയപ്പെടേണ്ടതാണ്. സകല ശത്രുക്കളെയും ക്രിസ്തുവിൻ്റെ പാദപീഠത്തിന് കീഴിൽ ആക്കുന്ന ഒരു ദിനമുണ്ട്. അപ്പോൾ ആ ദിനം മരിച്ചു ചെന്ന രക്തസാക്ഷികൾക്കറിയാം. അപ്പോൾ അവർ ഏത് സമയവും യേശുവിൻ്റെ സാന്നിധ്യം എത്തിക്കഴിയുമ്പോൾ അവർ നിലവിളിയോട് ചോദിക്കും: ഞങ്ങളിത്രയും പീഡനമേറ്റ് ഞങ്ങളുടെ രക്തത്തിന് കാരണക്കാരായവരുണ്ട്, നീ എപ്പോഴാണ് അവർക്കെതിരെ പ്രതികാരം ചെയ്യുന്നത് എന്ന് ചോദിക്കും. ആ സമയത്ത് യേശു അവരെ ആശ്വസിപ്പിക്കുന്ന ഇതാണ്: നിങ്ങളെപ്പോലെ തന്നെ രക്തസാക്ഷികളായി അതിലൊക്കെ വരാൻ ആൾക്കാർ നിരന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ രക്തസാക്ഷികളുടെ ഒരു കൂട്ടം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വിജയത്തെ ആഘോഷിക്കാനായിട്ട് ദൈവം ഒരു ദിവസം നിശ്ചയിക്കും. ആ നിശ്ചയിക്കുന്ന ദിവസം എന്ന് പറയുന്നത് മരിച്ചു വന്ന, പ്രത്യേകിച്ച് രക്തസാക്ഷിയായി മരിച്ചു വന്ന എല്ലാ വിശുദ്ധരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമായിരിക്കും അത്. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആൾക്കാർ അഭിമാനപൂർവ്വം കാണുന്ന ഒരു ദിവസം. രക്തസാക്ഷികളുടെ എല്ലാം ഒരു സംഭവം. അതിൻ്റെ അകത്ത് അല്ലാതെ മരിക്കുന്നതോ പിന്നെ ഒരുപാട് നേരം ജീവിതത്തിൽ ഒരു ദിവസം പോലും യേശുവിനെ അറിയാതെ മദ്യവും കഴിച്ച് അങ്ങനെ എല്ലാവിധ തോന്നിവാസവും നടത്തി മരിച്ചിട്ട് പിന്നെ നമ്മുടെ ഈ മരിച്ചുപോയ ആത്മാക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ആലീസ മാമ പോലുള്ള കുറേ ആൾക്കാർ. ഇവരൊക്കെ കയറ്റിവിട്ട് സ്വർഗത്തിലെത്തിയവർക്കൊന്നും ഇവരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ മരിച്ചുപോയ ആൾക്കാർക്ക് ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ
പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് മേപ്പോട്ട് കയറ്റി വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മനുഷ്യർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. സ്കൂളിലെ ബസ്സിൽ മരിച്ചുപോയ ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ മേപ്പോട്ട് കയറ്റി വിട്ടു. അങ്ങനെ ഈ അമ്മാമ്മമാർ, കൊച്ചമ്മമാർ കയറ്റി വിടുന്ന ആത്മാക്കളൊക്കെ ഉണ്ട്. അവരൊന്നും ഈ കൂട്ടത്തിൽ ഇല്ല. ഇവിടെ ഇച്ചിരി സ്റ്റാൻഡേർഡായ ആൾക്കാരെ ഈ കൂട്ടത്തിൽ ഉള്ളൂ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത് രക്തസാക്ഷികളായി എന്ന് വെച്ചാൽ സുവിശേഷ വേല ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പങ്കുവെച്ച് അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയിലും കഴിഞ്ഞ ശുദ്ധരായ ആത്മാക്കളെ മാത്രമാണ് ഇവിടെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രിസ്തു ആരാണെന്ന് പോലും അറിയാത്തവൻ, ജീവിതത്തിൽ എത്രമാത്രം ക്രൂരത മറ്റുള്ളവരെ ചെയ്യാമോ അത്രയും ക്രൂരതയും ചെയ്ത്, എത്രമാത്രം മറ്റുള്ളവരെ എന്തൊക്കെ ഉപദ്രവിക്കാമോ അത്രമാത്രം ഉപദ്രവം നടത്തി മരിച്ചവനെ ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ഉഡായിപ്പ് നമ്പറിലൂടെ സ്വർഗത്തിൽ കയറ്റിവിടുന്ന കലാപരിപാടികൾ ഇന്ന് വളരെ ശക്തമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഉഡായിപ്പ് ആൾക്കാരുടെ ഈ കലാപരിപാടികളിൽ വീഴുന്നവനല്ല ദൈവത്തിൻ്റെ വചനവും ദൈവവും എന്നുള്ളത്. വീഴും എന്നുള്ളത് കാണിച്ചു തരാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കത്തില്ല, ആർക്കും സാധിക്കത്തില്ല. കാരണം ദൈവം പറയുന്നു, ഒരുവൻ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവിന് ഒരു പ്രയോജനവും കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് ഗുരുവും കർത്താവുമായ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട ആത്മാവിന് ഒരു പ്രയോജനവും ഇല്ല എന്ന് തമ്പുരാൻ അടിവരയിട്ട് പറയുമ്പോൾ, ആ നഷ്ടപ്പെട്ട ആത്മാവിന് പ്രയോജനമുണ്ടാക്കാൻ വേണ്ടി ചില കലാപരിപാടികളുമായി നടക്കുന്നവർ ഇന്ന് കേരളത്തിൽ ഭയങ്കരമാണ്. അതാണ് ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. ഇവരെ കുറേ പേരെ ചേർത്തിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം സ്വർഗത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ വശവും പഠിച്ചു നോക്കിയിട്ടും നമുക്കറിയാം ഇവരുടെ ഇത് വളരെ ദുരുപദേശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കളെ ഈ സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന പരിപാടിയുടെ കുറേ ടെസ്റ്റുകൾ മേടിക്കാൻ കിട്ടും, ബുക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം വായിച്ചു നോക്കിയിട്ടൊന്നും അതിൻ്റെ അകത്തെല്ലാം ആധികാരികമായ വചനത്തിൻ്റെ സാധ്യതകളൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കർത്താവിൻ്റെ വചനപ്രകാരം മരിച്ച ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരെ എല്ലാവരും കൂടെയും ഒരുമിച്ച് കൂട്ടുന്നത് ദൈവം ഒരു ദിവസം നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച ദിവസം ദൈവം ഒരുമിച്ച് കൂട്ടി. വെളിപാട് 7:9 ഇപ്പോൾ നമ്മൾ വായിച്ചത്. അവർക്ക് ദൈവം വായിക്കാം, നമുക്കതൊന്ന് വായിക്കാം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണി തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇവിടെ ഇത് കേട്ടോളണം. ഞാൻ നോക്കിയപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ, ആർക്കും സാധിക്കാത്ത വലിയൊരു ജനക്കൂട്ടം, എണ്ണം എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ആ ജനക്കൂട്ടം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഭാഷകളിലും ഉണ്ട്. അത് യഹൂദന്മാർ മാത്രമാണെന്ന് എന്നുള്ള സങ്കല്പം ഇവിടെ ഇല്ല. മറിച്ച് എല്ലാ രാജ്യങ്ങളിലും ഭാഷകളിലുള്ള ആൾക്കാർ. അപ്പോൾ അത് എഴുതിയിരിക്കുന്നത് ജൂതന്മാർക്ക് മാത്രമേ ദൈവരാജ്യം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ജൂഡായിസത്തെ അടിച്ചെടുത്ത് ദൂരെ കർത്താവായ യേശു. എന്നിട്ട് സകല ജാതിയിലും സകല ഭാഷക്കാരെയും കൊണ്ട് നിറയ്ക്കുന്ന ഒരു സ്വർഗത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ആദരണീയരായി കാണുന്ന കൂട്ടം ജനമാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദരണീയരായ രക്തസാക്ഷി കൂട്ടത്തെയും അവർക്കെല്ലാം ദൈവം വെള്ളവസ്ത്രങ്ങൾ നൽകും. വെള്ളവസ്ത്രങ്ങൾ മാത്രമിട്ട ഒരു ജനക്കൂട്ടത്തെയാണ് നമുക്ക് പിന്നെ അവിടെ കാണാൻ സാധിക്കുന്നത്. അവർ സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പിൽ ഈന്തപ്പനകൾ കൊമ്പുകൾ കൊണ്ട് ഈന്തപ്പനയുടെ കൊമ്പുകൾ കൊണ്ട് പിടിച്ചു നിന്ന് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്, വർഷിപ്പ് ചെയ്യുകയാണ്. ഇതാണ് വെളിപാടി നമുക്ക് കാണുന്നത്. അപ്പോൾ കുരുത്തോലകളല്ല, ഈന്തപ്പനയുടെ കൊമ്പുകൾ കൊണ്ടാണ്
അവർ എന്ത് ചെയ്യുന്നത്? വർഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ പാം സൺഡേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇവിടെ ഭൂമിയിൽ നമ്മൾ കുരുത്തോലകൾ കൊണ്ട് നമ്മൾ ഓശാന ഞായറാഴ്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് എപ്രകാരമാണ്, നമ്മുടെ മനസ്സ് എത്രമാത്രം ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് ഇത് പങ്കെടുക്കുന്നത് എന്നൊക്കെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി വേദനകൾ സഹിച്ച് മരിച്ച, ക്രിസ്തുവിനായി ജീവിതം തന്നെ മാറ്റിവെച്ചവർ, സുവിശേഷത്തിനായി ജീവിതം മാറ്റിവെച്ച ജനങ്ങൾ, അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഈന്തപ്പനകൾ കയ്യിലേന്തി ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുകയാണ്. ബാക്കി വായിക്കാം 29 ശേഷം. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷയിരിക്കുന്നത്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ രക്ഷ? അവർ ഉറക്കെ പറയുന്നത് രക്ഷ. പിന്നെ യഥാർത്ഥത്തിൽ ജെറുസലേമിൽ യേശു വരുന്ന കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമ്പോൾ അവർ ഇതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. രക്ഷയുടെ വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. മാർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ മുമ്പേ പോയവരും പിമ്പിലും നടന്നിരുന്നവർ, പിന്നെ പോയവര്, അതായത് അവന്റെ മുൻവശത്ത് യാത്ര ചെയ്ത ജനവും പുറകുവശത്ത് യാത്ര ചെയ്ത ജനവും അവർ പറഞ്ഞു, ഹോസന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. അവർ പറഞ്ഞു, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഇവിടെ എബ്രായ പദത്തിൽ ഹോശാന എന്നൊരു പദമില്ല. എബ്രായ പദത്തിൽ ഹോഷിയ എന്നാണ് എബ്രായ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അത് തർജ്ജമ ചെയ്ത് വന്നിട്ട് ഓശാന എന്ന് വരെ മലയാളത്തിലായിട്ടുണ്ട്. ഓശാന, ഹോസന്ന, ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹോഷിയ എന്ന വാക്കാണ്. ഹോഷിയ എന്ന് പറയുന്ന ദൈവമേ എന്നെ വിടുവിക്കണമേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് അതിൻ്റെ അകത്ത് അർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ ഇവിടെ പറയുമ്പോഴും എന്താണ് പറയുന്നത്, ജനങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയേ. വെളിപാട് പുസ്തകത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്? വായിച്ചേ, ആരെങ്കിലും എടുത്ത് പെട്ടെന്ന് വായിക്കാം. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, അവ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസന രൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് ഹോഷിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷ, നമ്മുടെ ദൈവത്തിൻ്റെയും. അപ്പോൾ അവിടെ രക്ഷയായി, അവിടെ പക്കലായി. പക്ഷെ ജെറുസലേമിൽ വന്നപ്പോൾ രക്ഷിക്കണമേ എന്നായിരുന്നു. വെളിപാടിൽ വന്നപ്പോൾ രക്ഷയായി കഴിഞ്ഞു. പിന്നെ ജെറുസലേമിലെ ഈ ഹോഷിയ യാത്രയിൽ ജെറുസലേമിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞങ്ങളെ രക്ഷിക്കണമേ, അത്യുന്നതൻ്റെ പേരിൽ വരുന്നവൻ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ, ദാവീദിൻ്റെ പുത്രനായ യേശുവിന് ഓശാന, യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരണമേ, ഞങ്ങളെ പുതിയ രാജ്യം ഈ റോമൻ ചക്രവർത്തിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന രീതിയിലാണ് അവർ വിളിച്ചതെങ്കിൽ, എന്നാൽ രക്തസാക്ഷികളുടെ ഒരു സമൂഹം, ഈ സ്വർഗത്തിൽ കടന്നു ചെന്ന ഒരു സമൂഹം ഉറക്കെ വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ പക്കലാണ് ലോകം മുഴുവൻ്റെയും രക്ഷ. പ്രൈസ് ദി ലോർഡ്. ജനങ്ങൾ, ഇസ്രായേലിലെ ജനങ്ങൾ, ബെഞ്ചമിൻ ഗോത്രവും യൂദാ ഗോത്രവും വിളിച്ചു പറഞ്ഞത് റോമൻ സൈന്യത്തിൽ നിന്നും സീസറിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. എന്നാൽ വെളിപാട് പുസ്തകത്തിലെത്തുമ്പോൾ അവർ വിളിച്ചു പറയുന്നത് ലോകമേ, സമുദ്രമേ, ലോകത്തിലുള്ള സകല ജനങ്ങളെ നിങ്ങൾ അറിയണമേ, യേശുവിലാണ് രക്ഷ. അവൻ്റെ ദൈവത്തിലും പിന്നെ പുത്രനിലുമാണ് രക്ഷയിരിക്കുന്നത്. നിങ്ങൾക്ക്
ഏത് രക്ഷയാണ് വേണ്ടത്? ഏതെല്ലാം കാര്യത്തിൽ നമുക്ക് രക്ഷ വേണം? ഒന്ന്, പാപത്തിൽ നിന്നുള്ള രക്ഷ. പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രോഗത്തിൽ നിന്ന് രക്ഷയായി, കുടുംബത്തിലെ ബാധ്യതകൾ മാറും, കടഭാരങ്ങൾ മാറും. ഈ പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നവൻ സാത്താനിൽ നിന്ന് രക്ഷയായി, ബന്ധനത്തിൽ നിന്ന് അവൻ മാറി, അവൻ്റെ രോഗങ്ങൾ സൗഖ്യമായി, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങാം, അവൻ്റെ കടബാധ്യതകൾ മാറും. സകലതും മാറുന്നത് പാപത്തിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെടുമ്പോഴാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം, നിങ്ങൾ മനുഷ്യൻ എങ്ങും നോക്കണ്ട, അങ്ങോട്ടും ഓടണ്ട ഇങ്ങോട്ടും ഓടണ്ട. ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ പിതാവിനെയും പുത്രനിലേക്ക് നോക്കിയാൽ മതി, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന. മാർക്കോസ് 11:10 കൂടെ ഒന്ന് ബൈബിൾ എടുത്ത് വായിക്കാം നമുക്ക്. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം, വരാനിരിക്കുന്ന രാജ്യം അനുഗ്രഹീതം, വാഴ്ത്തപ്പെട്ടതാണ്. നമ്മുടെ പിതാവിന്റെ വരാനിരിക്കുന്ന രാജ്യം, നമ്മുടെ പിതാവായ ദാവീദിന്റെ വരാനിരിക്കുന്ന രാജ്യം വാഴ്ത്തപ്പെട്ടതാണ്. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ആയിരിക്കുന്ന ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. യേശു വരുമ്പോഴാണ് പറയുന്നത്. അപ്പൊ യേശുവിനെ നോക്കി അവർ വിളിക്കുന്നത്, ദാവീദിന്റെ രാജ്യം നീ തിരിച്ചു തരും. അത് തിരിച്ചു തരുന്നത് എങ്ങനെയാ? നീ വാളെടുത്തിട്ടോ, നീ പീരങ്കിയോ യുദ്ധമോ അമ്പോ വില്ലോ കൊണ്ടല്ല, നീ കൽപ്പിച്ചാണ് തരുന്നത്. നീ കൽപ്പിക്കുമ്പോൾ ലാസർ ഉയർത്തു വരുന്നു, നീ കൽപ്പിക്കുമ്പോൾ മരിച്ചവർ എഴുന്നേൽക്കുന്നു, നീ കൽപ്പിക്കുമ്പോൾ കടൽ ശാന്തമാകുന്നു. അതുകൊണ്ട് യേശുവേ നീ കൽപ്പിച്ചാൽ മതി ഈ രാജ്യം ഫ്രീ ആവുക. അത് ജനങ്ങൾ വിശ്വസിച്ചു. ജനങ്ങൾ വിശ്വസിച്ചിട്ട് അവർ ഓശാന പാടാൻ തുടങ്ങി. കാരണം യേശുവിൻ്റെ ഒരു ഒറ്റ വാക്കിലിരിക്കുവാണ് ജെറുസലേമിൻ്റെ വിടുതൽ എന്ന് പറയുന്നത്. എന്നാൽ യേശു വന്നിരിക്കുന്നത് ജെറുസലേമിന് വിടുതൽ കൊടുക്കാനല്ല, ലോകം മുഴുവന് പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാനാണ്. ലോകം മുഴുവനും പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കാനാണ് യേശു വന്നിരിക്കുന്നത്. ജനം അന്ന് തെറ്റിദ്ധരിച്ചു. അത് കാരണം യേശു വിടുതൽ കൊടുക്കുന്നില്ലെന്ന് കണ്ടു, പിടിക്കപ്പെടുന്നു, ക്രൂശിൽ മരിക്കുന്നു, ക്രൂശിൽ ചുമന്നുകൊണ്ട് പോകുന്നു, അടിക്കുമ്പോഴും മിണ്ടുന്നില്ല, ഒരു കുറ്റവാളിയെ പോലെ പീലാത്തോസിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. മുൾമുടി തലയിൽ കണ്ട് ചോര മുഖത്തൂടെ ഒലിച്ച് ശരീരം മുഴുവൻ ചാട്ടവാറിന്റെ അടിയേറ്റ് വേദന സഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവന് ശക്തിയില്ലാത്തവനായി, പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഒരു കലാപരിപാടിയും കാണുന്നില്ലല്ലോ. ഈ ഓശാന പാടിയവരെല്ലാവരും തിരിഞ്ഞു, എല്ലാവരും പോയി. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. എല്ലാവരും പറഞ്ഞു, ഇപ്പം എന്ത് ചെയ്യും, പുള്ളിയുടെ ശക്തി എന്ത് ചെയ്യും, ഇപ്പം എന്ത് ചെയ്യേണ്ട, സാധാരണ കുറ്റവാളിയെ പോലെ പോകുന്നുണ്ടല്ലോ, ഇവനെയാണ് നമ്മൾ ഈ രാജ്യം തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഓശാന പാടിയത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരും യേശുവിന് ഓശാന പാടിയ ദിവസമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. യേശു ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറഞ്ഞവർ തന്നെ ഏറ്റവും കൂടുതൽ കല്ലെറിയാനായി സാത്താൻ മാറ്റിവെച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. യേശുവിനെ വാഴ്ത്തി പാടിയവർ തന്നെ യേശുവിനെ നോക്കി തെറിവിളിക്കാനായി നാളെ സാത്താൻ ഒരുക്കിയിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ സാക്ഷ്യം പറയുന്നു, ആനന്ദത്തോടെ പറയുന്നു, ഈ ദൈവത്തെ അറിയാനിടയായതാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. നാളെ ഒരു കാലത്ത് ഒരു ദുഃഖം വരട്ടെ, ഒരു രോഗം വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, നേരെ തിരിച്ചു പറയും, ഈ ദൈവമില്ലേ, ഈ ദൈവം എവിടെ പോയി? അതായത് മനുഷ്യൻ എപ്പോഴും ക്യൂരിയോസിറ്റിയുടെ പുറവെയാണ്. മനുഷ്യൻ അതാണ് ഇഷ്ടം. അതായത് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഓ സ്തോത്രം, യോ ഭയങ്കരമാണ്, ആനന്ദമാണ് എന്നൊക്കെ പറയും. പക്ഷെ നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തിരിയും. ഇത് തന്നെയാണ് ഈ ഓശാന ഞായറാഴ്ചയിൽ കാണാൻ സാധിച്ചത്. യേശുക്രിസ്തുവിനെ പുകഴ്ത്തി പാടിയവർ മൊത്തം 2-3 ദിവസം കഴിയുമ്പോൾ തിരിയാൻ തുടങ്ങി, യേശുവിന് അകലമായി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വഴിയാത്രക്കാർ യേശുവിന് ഓശാന പാടിയ ആൾക്കാർ തന്നെ ക്രൂശും ചുമന്നുകൊണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, നീ ദാവീദിന്റെ പുത്രനാണ്, നീ മിശിഹായാണെങ്കിൽ നീ ഇറങ്ങി വാ. ക്രൂശിൽ തറച്ചു കഴിഞ്ഞിട്ട് മുഖ്യപുരോഹിതൻ പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ നീ ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം. നീ മിശിഹായാണെങ്കിൽ നീ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. നീ മിശിഹായാണോ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുന്നുണ്ട്. നീ അത്ഭുതം കാണിക്കുക, നീ ഇറങ്ങി വാ
അവിടെയെല്ലാം യേശു ഒന്നും മറുപടി പറയുന്നില്ല, സഹിക്കുകയാണ്. കാരണം യേശു വന്നത് തന്നെ ബലിയാടാകാനാണ്. ഈ മറിയത്തിൻ്റെ ഉള്ളിൽ അവതരിച്ചത് തന്നെ ഒരു ഹീറോയിസം കാണിക്കാനല്ല, ഒരു അമാനുഷിക ശക്തി കാണിച്ച് വേല കാണിക്കാൻ വന്നതല്ല, മറിച്ച് യേശു വന്നിരിക്കുന്നത് തന്നെ ബലിയാടായി, അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടായിട്ടാണ് വന്നത്. പിതാവ് അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പിതാവ് ഭൂമിയിലേക്ക് വിട്ടിരുന്നത്. അതുകൊണ്ട് പിതാവ് തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെന്ന്, മനുഷ്യരാശിയുടെ മുഴുവൻ വിടുതലിന് വേണ്ടി ചെയ്യണമെന്ന് തീരുമാനമെടുത്ത് വന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇറങ്ങി വരാൻ പറയുക. പക്ഷെ അവർക്ക് തമ്മിൽ അറിയാം, ഇത് പിതാവിനും പുത്രനുമായ അവരുടെ രണ്ട് വ്യക്തിത്വങ്ങൾക്ക്, രണ്ട് സാരാംശങ്ങൾക്ക് അറിയാം എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത്. അത് കാരണം ഒന്നും മിണ്ടാൻ പോയില്ല. ഹല്ലേലൂയ, യേശുവേ ആരാധന. ജനം വരാനിരിക്കുന്ന രാജ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് യേശുവിന് ഓശാന പാടുമ്പോൾ അവർ തെറ്റായ സ്തുതിപ്പാണ് അവിടെ നടത്തുന്നത്. ദൈവിക പദ്ധതിയുടെ വ്യവസ്ഥ വെച്ചുള്ള സ്തുതിപ്പല്ല. കാരണം ദൈവിക പദ്ധതി എന്താണ്? പിന്നെ പെസഹ കുഞ്ഞാടായി യേശു മരണം പ്രാപിച്ച് സാത്താന്റെ സകല ശക്തിയും ഇല്ലാതാക്കി ജനങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ദൈവിക പദ്ധതി. എന്നിട്ട് ദൈവം ഈ ലോകത്ത് തന്നെ ഒരു ദൈവരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ലോകം മുഴുവനിലും അത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ വയ്യ, പക്ഷേ ഇതിൻ്റെ അകത്തൊരു ആത്മീയ രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ആത്മീയ രാജ്യം. അതുകൊണ്ട് മാനസാന്തരപ്പെടുന്നവർ ആത്മീയ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സമുദ്രം മുതൽ സമുദ്രം വരെയും ഭൂമിയുടെ അതിർത്തികൾ വരെയും ആത്മീയ രാജ്യങ്ങൾ ഇങ്ങനെ നിരന്നു നിൽപ്പുണ്ട്. മനുഷ്യൻ അതിലേക്കാണ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യേശുവാകുന്ന കുഞ്ഞാട് അറക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇവർ അർത്ഥമറിയാതെ ദൈവത്തിന് ഓശാന പാടുകയാണ്. ഇന്നത്തെ ദിവസം യേശുവിന് എന്തിനു വേണ്ടിയിട്ടാണ് ഓശാന പാടിയത്, എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. ശിഷ്യർക്കറിയത്തില്ലായിരുന്നു. ശിഷ്യർ പോലും പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് ഗ്രഹിച്ചത്. ജനം അറിയാതെ, അവരെന്തിനാണ് പാടിയതെന്നറിയാതെ അവർ പാടിയതാണ് ഇന്നത്തെ ദിവസം. പക്ഷേ ഒരു പ്രവചനമാണ് സക്കറിയായുടെ പുസ്തകത്തിലെ. ആ പ്രവചനം നടന്നേ പറ്റത്തുള്ളൂ, അല്ലേ? സക്കറിയ പുസ്തകത്തിലെ പ്രവചനമാണത്. ഇങ്ങനെ ഒരു കാര്യം നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ളത് സക്കറിയ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതായത് 9:9 സക്കറിയ പ്രവചനത്തിൽ പറയുന്നത്. 9:9 ഇങ്ങനെ സംഭവിച്ചേ പറ്റത്തുള്ളൂ ഇന്നത്തെ ദിവസം. അത് ജനം അർത്ഥം അറിയാതെയോ അറിഞ്ഞോ എങ്ങനെയായാലും ഇന്നിങ്ങനെ സംഭവിക്കും. അത് സക്കറിയയുടെ പ്രവചനം പൂർത്തിയാവാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് സക്കറിയയുടെ പ്രവചനം? സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. സിയോൺ എന്ന് പറയുന്നത് ദാവീദിന്റെ നഗരത്തെയും ജെറുസലേം എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള യഹൂദന്മാരുടെ നഗരത്തെയാണ് പറയുന്നത്. മറ്റേത് ദാവീദിൻ്റെ കൊട്ടാരമൊക്കെ സിയോൺ മലയിലാണ്. അതേസമയം ജെറുസലേം നിൽക്കുന്നത് മോറിയ മലയിലാണ്. രണ്ട് മലകൾ അപ്പുറം ഇപ്പുറം നിൽക്കുക, വടക്കും തെക്കുമായിട്ട് നിൽക്കുന്നത് രണ്ട് മലകളാണ്. അതായത് മോറിയ മലയുടെ വടക്ക് വശത്തോട്ട് മാറിയിട്ടാണ് സിയോൺ മല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സിയോണും പിന്നെ ജെറുസലേമുമായിട്ട് രണ്ടാമത് എടുത്തു പറയുന്നത്. വായിച്ചുകൊള്ളുക. ഇപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണം. സിയോൺ എന്ന് കേൾക്കുമ്പോൾ ദാവീദിന്റെ വീടും കുടുംബവും ഒക്കെ നിൽക്കുന്നത് സിയോണിലാണ്. ഇതാ നിന്റെ രാജാവ്. അപ്പൊ സിയോണും പിന്നെ ഒന്നുകൂടെ വായിച്ചോളുക. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനിതനാണ്. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. നിങ്ങളുടെ രാജാവ് നിങ്ങളുടെ അടുക്കിലേക്ക് കഴുതക്കുട്ടികളുടെ പുറത്ത് കയറി വരിക. എന്തിനു വരുന്നു? എത്രയും താഴ്മ എടുക്കാമോ അത്രയും താഴ്മ എടുക്കാൻ വേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രവചനം നടത്തി. പക്ഷേ ഈ സക്കറിയാവ് പ്രവചനം നടന്നിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ യേശു മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യമേ ഓശാന ജെറുസലേമിൽ നടന്നിട്ടുള്ളത് യേശുവിൻ്റെ കാലത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ 30 വർഷം കഴിഞ്ഞ ഉടനെ പള്ളി പൊളിയുവാണ്. പിന്നീട് അവിടെ ഒരു ഓശാന നടന്നിട്ടില്ല.
അതുകൊണ്ട് ഇന്ന് നമ്മളിത് പ്രസംഗിക്കുമ്പോൾ കൺഫേം ചെയ്യാം, സക്രിയ പ്രവചന യേശുവിൽ പൂർത്തിയായി. ഹല്ലേലൂയ. കാരണം യെരൂശലേമിലേക്കാണ് ഇത് വരേണ്ടത്. പിന്നീട് അവിടെ ഇങ്ങനൊരു ഓശാന പിന്നെ അവിടെ നടന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സക്രിയയുടെ പ്രവചനം ഇന്ന് ഉറപ്പായി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുവാണ് യേശു ക്രിസ്തു വന്നത്. പക്ഷെ ഓർക്കണമേ, അവർ റോമ നഗരത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അവർ പാടിയത് ശ്രദ്ധിക്കണം. എന്നാൽ സ്വർഗത്തിൽ രക്തസാക്ഷികൾ പാടുന്നത് അങ്ങനല്ല, അറിഞ്ഞാണ് പാടുന്നത്. രക്ഷ യേശുവിലും ദൈവത്തിലും മാത്രമേ ഉള്ളൂ. ആ പാട്ടാണ് സ്വർഗത്തിൽ പാടുന്നത്. അവരറിഞ്ഞ്, ഭൂമിയിൽ അർത്ഥമറിയാതെ പാടിയപ്പോൾ സ്വർഗത്തിൽ അറിഞ്ഞു പാടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ദൈവം ഒരുക്കുന്നത് വചനമറിഞ്ഞ് ദൈവത്തിന്റെ കൂടെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓശാനയിൽ സ്തുതിപ്പിൽ കാണാൻ സാധിച്ചത്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ പുരുഷാരങ്ങൾ കുരുത്തോലകളും ഈന്തപ്പനകളും എല്ലാം വെട്ടിക്കൊണ്ട് അവരുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചു. യേശു അതിലൂടെയാണ്, യേശുവിൻ്റെ കാൽപാദമല്ല, കഴുതക്കുട്ടിയുടെ കാൽപാദമാണ് അവരുടെ വസ്ത്രത്തിലൂടെ നടന്നുപോയത്. ഇതെല്ലാം സംഭവിച്ചെങ്കിൽ 33 കൊല്ലം കഴിഞ്ഞപ്പോൾ തീത്തോസ് കയറി ഈ കുട്ടികളെ, ഇതിൽ പലരും അന്ന് ജീവനോടുണ്ട്, അവരെ തന്നെയല്ലേ വാളിനിരയാക്കിയത്. അവരുടെ മുമ്പിൽ വെച്ച് യേശു കരയുന്നുണ്ട് ജെറുസലേമിനെ നോക്കി. ഓ, നിന്നെ ഞാൻ എത്ര, ഇന്നെങ്കിലും നീ ഒന്ന് മാനസാന്തരപ്പെടാൻ. ജെറുസലേമിനെ നോക്കി പറയുന്നു, നിനക്ക് ദാണ്ടെ ശത്രുക്കൾ മുഴുവൻ. ദൈവം അവിടെ നിന്ന് നോക്കുമ്പോൾ കാണോ, ഇങ്ങനെ ഈ ജെറുസലേം വാളിന് ചുറ്റും റോമൻ സൈന്യം ഇങ്ങനെ കൂടാരമടിച്ച് സൈന്യത്തിന്റെ വ്യൂഹം യേശു ദർശനത്തിൽ കണ്ടിട്ട് പറയാ, ജെറുസലേമേ, ശത്രുത നിനക്ക് ചുറ്റും പാളയമടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോഴും ഇതിൽ നിൽക്കുന്ന കൊച്ചുകുട്ടി, അവക്ക് ഇപ്പോൾ ഇതിൽ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ശത്രു പാളയൊടിക്കുമ്പോൾ അവക്ക് 40-45 വയസ്സ്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ പ്രവചനം കേട്ടവൾ വാളിനിരയാകേണ്ട അവസ്ഥ വരികയാണ്. അതാ ഞാൻ പറഞ്ഞത്, അർത്ഥമറിയാതെ സ്തുതിപ്പ് നടത്തിയത് കൊണ്ടൊന്നും കാര്യമില്ല. നീ ആരാധിക്കുമ്പോൾ, നീ വർഷിപ്പ് ചെയ്യുമ്പോൾ നീ ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ ഏറ്റുപറയുന്നവനാണോ അതോ ദൈവത്തെ കുറ്റം പറയുന്നവൻ്റെ കൂടെ നിൽക്കുന്നവനാണോ? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഏറ്റുപറയുന്നവനാണോ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ കളിയാക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കൂടുന്നവനാണോ എന്ന് നീ ചിന്തിക്കുക. എന്നിട്ട് നിന്റെ വർഷിപ്പ് എങ്ങനെയുണ്ടെന്ന് നീ ചിന്തിക്കുക. അതേപോലെയാണ്, ഇപ്രകാരമാണ് നീ വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒന്നും കൂടെ നീ ഓർത്തു വെച്ചുകൊള്ളുക, എത്രമാത്രം നമ്മൾ ഉയർന്നാലും ശരി സഹോദരങ്ങളെ, നമ്മൾ താഴെ വീഴും. അതാണ് ഇന്നത്തെ ഓശാന ഞായർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കബർനാമിനെ നോക്കി പറഞ്ഞു, നീ സ്വർഗത്തോളം ഉയർന്നോ, സത്യമായി പറയുന്നു, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. കബർനാമിൽ 2000 വർഷമായി ജനവാസമില്ലാതെ നടക്കുന്നു. ഖൊറാസിനെ നിനക്ക് ദുരിതമെന്ന് പറഞ്ഞു. ഇന്ന് ഖൊറാസിനിൽ ടൂറിസ്റ്റുകൾ പോലും വലുതായിട്ട് പോകാറില്ല. യേശു പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇന്നും അതുപോലെ തരിശു ഭൂമിയായി കിടപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് വീണ്ടും പറയുവാണ്, നീ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യരുത്. നീ ദൈവദൂഷണം പറയുന്നവൻ്റെ കൂടെ നിൽക്കരുത്. ഈ പ്രകാരമൊക്കെ നിന്നിട്ട് കുരുത്തോലയും എടുത്തുകൊണ്ട് നീ റാസയ്ക്ക് പോകുന്നത് പോലെ ഓശാന പാടിയാൽ നിന്റെ ഓശാന ദൈവത്തിന് അത് ഓശാനയായി തോന്നുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബലി ദൈവത്തിന് സ്വീകാര്യവുമല്ല. യേശു ആരാധന. എന്നാൽ ഇന്നത്തെ ദിവസം അനുദപിച്ച് പ്രാർത്ഥിച്ച്, ഇന്നത്തെ ദിവസം നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്നാണ് നീ പറയുന്നതെങ്കിൽ അനുഗ്രഹം നിന്റെ മേലിറങ്ങും. എന്നോട് അടുത്ത് കിടക്കുന്ന ജോർദാനാവാം, ഈജിപ്റ്റ് ആവാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു വെള്ളം വന്നിട്ട് ആ സ്ഥലത്തിന് നാശക്കെടുതികൾ ഉണ്ടാക്കുന്ന ഒരു ദർശനമുണ്ട്. ഇത് സംഭവിക്കുന്നത് ഇവിടെ ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചില മാറ്റം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ സംഭവിക്കും. ആകാശത്ത് ഇനിയും കാഹളം. ഇനി ഇതിന്റെ മേളിൽ നിങ്ങൾ നോക്കട്ടെ, ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർത്തോളണം. ഇനി ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ മുകളിൽ കാഹളമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. യേശുവേ സ്തുതിക്കുക. 2 ക്രിസ്ത്യൻ ചർച്ചുകൾ ജെറുസലേമിൽ പൂട്ടപ്പെടും. അടച്ചിട്ട് 2 അടയ്ക്കും. ആദ്യം 1 അടയ്ക്കും, പിന്നീട് അടുത്തത് അടയ്ക്കും. ഈ പറഞ്ഞതും സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.